എടാ ഇതെന്ത് കോലോടെ കാണുന്നത്? ഇത് തിന്നാറൊന്നുമില്ല എവിടാ. ഞാനിന്ന് ചെമ്മീൻ കറി വെച്ചപ്പോ നിന്റെ കാര്യം ആലോചിക്കുന്നു. വാ ചെമ്മീൻ കറി വെച്ചിട്ട് ചോറിനാ. എനിക്കൊന്നും വേണ്ട പോയേ. എടാ നീ എന്താണ് മോനെ ഇങ്ങനെയൊക്കെ പറയണത്? എടാ എന്തെങ്കിലും കുറച്ച് കഴിക്കടാ, ഇത്തിരി ചോറിന്നടാ. എടാ മോനെ നീ എന്താണ് ഇങ്ങനെ പറയണത്? ചേട്ടാ അവൻ വന്നിട്ടുണ്ട്. വന്നവൻ എന്തുണ്ട്? അവൻ എന്താണ് ഭയങ്കര ദേഷ്യം. അവൻ ആകെ കോലം കെട്ട്. ഒന്നും ചോദിച്ചിട്ട് അവന് മര്യാദക്ക് മറുപടിയും പറയണില്ല. എന്തോ പ്രശ്നമുണ്ട് ചേട്ടാ. അവൻ അത്രയും ദൂരം വന്നാലേ അതിന്റെ വല്ല ക്ഷീണം ഒരിക്കുള്ളൂ. അതൊന്നുമല്ല, ഞാൻ അവനോട് ചോറിന് മോനെ എന്നിട്ട് അത് വാതിലടച്ചിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. നീ എന്താ നീ പറയണ? ഞാൻ ചോദിക്കാൻ അവൻ എന്താണ് അവന്റെ പ്രശ്നം? എന്താണ് അപ്പനോട് പറ, എന്താണ് പ്രശ്നം? എന്താണ് അവൻ പരീക്ഷയ്ക്ക് മോശമായിട്ട് എഴുതിയ? അതൊന്നും കുഴപ്പമില്ല. ഒന്നുമില്ല, നിങ്ങളൊന്ന് പോയേ. നീ ഞങ്ങള് അട്ടിപ്പാച്ചാൽ എങ്ങനെയാണ്? മോന്റെ പ്രശ്നം ഞങ്ങൾ അറിയണ്ടേ? നീ എന്താണ് ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് ഞങ്ങൾ അറിയണ്ടേ? ഇന്ന് പോയോ? എനിക്ക് സമാധാനമായിട്ടൊന്നും ഇരിക്കണം. സമാധാനം എടുത്താണ് പോകുന്നു. ശരി ശരി ശരി. അവൻ കിടന്നോട്ടെ കുറച്ചു നേരം. വാ, അവൻ കിടന്നു. എനിക്ക് വെറുതെ പോണം. എന്തിനു പുറത്തേക്ക് പോകണം? എന്തെങ്കിലും മേടിക്കാനുണ്ടോ? അപ്പം പോയി മേടിച്ചോണ്ട് തരാം. എന്താണ് പറ, എന്താണ് മേടിക്കേണ്ടത് എനിക്ക്? അപ്പം ഉണ്ട്, മേടിച്ചോണ്ട് തരാം. പുസ്തകം മേടിക്കണം. എനിക്ക് പോണം. എടാ നിന്നോടല്ലേ പറഞ്ഞത് പുറത്തേക്ക് പോകണ്ടെന്ന്? മോനെ മുമ്പ് മോനെ ഇത്തിരി ചോറിനി വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്ന് പോയേ. നീ അമ്മരത്തതിനാ ദേഷ്യം കയറണേ? നീ അമ്മരത്തതിന് എങ്ങനെ ദേഷ്യം കയറുന്നില്ലടാ? നിന്റെ ഞാൻ ഇത്ര മര്യാദക്കല്ല സംസാരിച്ചത്. നിന്റെ പ്രശ്നം എന്താണ്? നിനക്ക് എന്താണ് പറ്റിയേക്കണമെന്ന് ഞാൻ ചോദിച്ചു നിന്റെ അടുത്ത്. നിനക്ക് മര്യാദക്കിനോട് മറുപടി പറഞ്ഞാൽ പറയും. നീ തോന്നിയാസം കാണിക്കണടാ. മൂന്നല്ലേ എന്നിരുത് നമ്മൊരു സ്നേഹം കാണിക്കുമ്പോൾ നീ തലക്കാറാണ്. നീ ഒരു വായിക്കാൻ പോകണ്ട. നീ ഒരു സ്ഥലത്തൊന്നും നീ പോകണ്ട. നീ ഇവിടെ കിടന്നാൽ മതി. പുറത്തേക്ക് ഓടാൻ നിൽക്കണം. എന്ത് സാധനോടത്? എന്താ സാധനം അത്? പറടാ, എന്താ സാധനം? നീ എന്ത് സാധനോട്? മോനെ വലിയവനാക്കാൻ വേണ്ടി പഠിക്കാൻ പറ്റില്ല. അവൻ പഠിച്ചുകൊണ്ടിരിക്കണ പുതിയ ശീലങ്ങൾ എങ്ങനെയുണ്ട്? ഒരു സ്ഥലത്തേക്ക് നീ പോകണ്ട. ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് ഞാൻ വിടൂല. ഇതെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആരെ അടഞ്ഞാലും ഞാൻ പോവും. പോവേ എന്നാ നീ ഒന്ന് പോയി കാണിക്കണം. കാണിക്കട പോയി നീ. അപ്പം കാണട്ടെ, ഒന്ന് പോണോന്ന് കാണട്ടെ. നീ അപ്പനേലും മണ്ണവും പോക്കൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നീ എൻ്റെ അപ്പനാവൻ നിൽക്കല്ലേട്ടാ. പാടി എൻ്റെ അകത്ത് കിടക്കുന്നേ. വാങ്ങി വാ, എൻ്റെ അകത്ത് കിടക്കുക. ചേട്ടാ ആ വണ്ടി എടുത്തൊന്ന് വീട്ടിലോട്ട്.
ഇല്ല വന്നിട്ട് പറയാം. വേമ്പ എന്തിനാണ് ഏട്ടാ ചേട്ടനോട് കാറായിട്ട് വരാൻ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്തിനാണ് ഏട്ടാ ഈ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോണത്? എല്ലാവരും അറിയൂലേ? നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഉപദേശിക്കണവരല്ല ഇത്. ഉപദേശിച്ചാലും ശരിയാവില്ല. അതിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതുപോലെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണം. സ്റ്റേഷൻ റിപ്പോർട്ട് എന്തിനാണ്? ചേട്ടന് നമ്മുടെ മോന്റെ ഈ അവസ്ഥ എല്ലാരും അറിയൂലേ? എല്ലാവരും നമ്മളെ മോശക്കാരാക്കൂലേ? അവനെയും മോശക്കാരനാക്കൂലേ? നമ്മൾ റിപ്പോർട്ട് ചെയ്യണ കാരണം എന്താണ്? ഇത് ഈ സാധനം എവിടെ നിന്നാണ് കിട്ടുന്നത്, ആരാണ് ഇവന് കൊടുക്കുന്നത്, ഇതൊക്കെ അറിയണ്ടേ? എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. പക്ഷെ നമ്മൾ നമ്മളുടെ മോനെ സേഫ് ആക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരൊരുപാട് വിഷമിക്കും. പല മക്കൾ അപകടത്തിലാവും. അതിൻ്റെ പേരിലാണ് ഞാൻ പറയണത്. നമ്മുടെ മോൻ്റെ പോലെ ഇനിയൊരു മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇനിയൊരു മക്കൾക്കും സംഭവിക്കാനും പാടില്ല. നമുക്ക് നമ്മുടെ മോനെ തിരികെ വേണ്ടേ? വേണം.